സാറ് പറ, അടി കൊടുക്കേണ്ട കേസല്ലേ ഇത്? നീ ഇറങ്ങി പുറത്തോട്ടിരിക്കണ. എടോ വിനോദേ, അവൻ്റെ മൊബൈലിൽ നിന്ന് വോയിസ് ക്ലിപ്പ് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്തേര്. ശരി സാർ. ആ ഒരുമാതിരി കൊട്ടയിലും കൊള്ളുക കോത്താഴത്തും കൊള്ളാത്ത പരിപാടിയാണ്. എന്ത് തോന്നുന്നു? വളരെ വിജ്ഞാനപ്രദമായ ഒരു ചർച്ചയായി തോന്നി സാർ. സാറേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഇതിൽ ഒഫൻസ് എവിടെയാണ്? രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സംസാരമാണ്. അത് റെക്കോർഡ് ചെയ്ത് കേട്ട മൂന്നാമത്തെ ആള് ഒഫൻഡഡ് ആയി അയാൾ പോയി അക്രമം കാണിച്ചു. ആവുമല്ലോ, ഒഫൻഡഡ് ആവണ്ടേ? ഈ മൂന്നാമത്തെ ആൾ അവളുടെ ഭർത്താവല്ലേ സാറേ? അന്യൻ്റെ ഭാര്യയോട് പറയേണ്ട ഭർത്താനാണ് സാറേ അയാൾ പറഞ്ഞത്. ചുമ്മാ ഒരുത്തും കയറി ഒരു പെണ്ണോട് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലേ അവൻ്റെ ഉദ്ദേശം വ്യക്തമല്ലേ സാറേ? എന്തുദ്ദേശം സർ? നിങ്ങൾ ആൺസുഹൃത്തുക്കൾ കുടുംബം ഇതൊക്കെ സംസാരിക്കാറില്ലേ? അവര് സുഹൃത്തുക്കളല്ലേ? രണ്ടുപേര് തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലെന്ന് നിയമമൊന്നുമില്ലല്ലോ. എന്ന് കരുതിയ സ്ത്രീയോട് ഇങ്ങനെയൊക്കെയാണോ സാറേ സംസാരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചോളാം. മായ അവരെ ഇങ്ങോട്ട് വിളിക്കും. ഓക്കെ സർ. സാറേ, പിന്നെ സെയിൽസ് ഗേളിനെ ഇനി നിർത്തേണ്ട കാര്യമുണ്ടോ? ആ വിട്ടാലേ, ഡീറ്റെയിൽസ് ഒക്കെ എഴുതി മേടിച്ചോണം. സാർ, ഞാനൊരു വോയിസ് ക്ലിപ്പ് അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാർ അതൊന്ന് കേൾക്കണേ, എന്നിട്ട് റിപ്ലൈ തരണം. കുറച്ച് കോംപ്ലിക്കേറ്റഡാ. ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. മാഡം ഒന്ന് വരൂ. നിങ്ങളെ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് പോക്കോ. ആ ശരി. എടാ നീ ഇവിടെ നിൽക്കും, ഞാൻ പോയിട്ട്. സാറേ വെയിറ്റ് ചെയ്യും. ഓ നമ്മളെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, വന്നേ അതോട് പോയി നോക്കാം. വാ. മേഡം, ഈ ഓഡിയോ കേട്ട ശബ്ദം നിങ്ങളുടെ അല്ലേ? മറ്റേ വോയിസോ? ഫ്രണ്ടിൻ്റെ ആണ്. ഈ അയൽവാസി ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതിന് ശേഷമോ? ഇതുവരെ ഇല്ല. ഇതിലിനി എന്തെങ്കിലും പരാതി ഉണ്ടോ മാഡത്തിന്? ഇല്ല. സ്വാഭാവികം. മാഡം, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു പരാതി നൽകിയ നിങ്ങളുടെ അയൽവാസിയുടെ കേസ് എനിക്ക് കൗണ്ടർ കേസാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ റിമാൻഡ് എനിക്ക് ഒഴിവാക്കി തരാൻ പറ്റും. അതുകൊണ്ടാണ്. സാറേ, അയാളുടെ ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിത്ര കോംപ്ലിക്കേറ്റഡ് ആക്കണോ? എന്നാൽ പിന്നെ മാഡം തന്നെ രണ്ടുപേരെയും ഒരു എമ്മതി കൊണ്ടുപോയിക്കോട്ടെ സാറേ. നമ്മൾ എന്തിനാണ് വെറുതെ സ്ട്രെസ് കൂട്ടുന്നത്? മാഡം, ഒന്ന് നല്ലപോലെ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. ഞാൻ സിയോട് സംസാരിച്ചിട്ട് വിളിക്കാം. ഇയാൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ.